We love doing it. ഹീറോയിൻ സ്പേസിൽ വരുന്ന ഒരാളെ കൊണ്ട് കൊഞ്ഞനും കുത്തിപ്പിക്കുക. It's such a blessing that you get to do all these things. തോക്ക് മടുത്തിട്ട് പോയവളാണ് ഞാൻ. എന്നെ തിരിച്ചു വരുമ്പോ തിരിച്ചും തോക്കാണ്. ഞാനൊരു 125 ഫിലിംസോളം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ എൻജോയ് ചെയ്ത ഒരു മൂവി ഇല്ല. ഇവരൊന്നും ശരിക്കും അതില്ല, അങ്ങനെയുള്ള ഒരു ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് അതുപോലെയുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കാരണം വേഗം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ തുണി പിടിച്ചിട്ട് മറവിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചു. പിന്നെയാണല്ലോ ഈ കാരവൻ സംഭവം. റൈഫിൾ ക്ലബിലെ 3 അംഗങ്ങളാണ് എനിക്കിപ്പോൾ ഉള്ളത്. സ്വാഗതം ചെയ്യുന്നു ദർശന, വാണി ചേച്ചി, അനുണ്ണി ചേച്ചി. ഹലോ. അപ്പോൾ റൈഫിൾ ക്ലബാണ് നമ്മുടെ വിഷയം. എല്ലാവരും തോക്കും എന്തി നിൽക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവം, എന്തൊക്കെയാണ് നടക്കുന്നത് ക്ലബിനകത്ത്? ആക്ച്വലി തോക്ക് മടുത്തിട്ട് പോയവളാണ് ഞാൻ. എന്നെ തിരിച്ചു വരുമ്പോ തിരിച്ചും തോക്കാണ്. അപ്പോൾ അങ്ങനൊരു സന്തോഷമുണ്ട് തോക്കിനോട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഫണ്ണി ഫിലിമാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളെല്ലാവരും വളരെ തകർത്ത്, അഭിനയത്തിലല്ല ഞാൻ പറയുന്നത്, ആസ്വദിച്ച് ചെയ്ത ഒരു മൂവിയാണ് റൈഫിൾ ക്ലബ്. ഇതുപോലൊരു സെറ്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാനൊരു 125 ഫിലിംസോളം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ എൻജോയ് ചെയ്ത ഒരു മൂവി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ദർശന, ഉണ്ണിമായ, സുരഭി എക്സ്പെഷ്യലി. ബേസിക്കലി ഒരു ലൈക്ക് ഫസ്റ്റ്ലി ഞങ്ങൾക്ക് കാരവാൻസ് ഇല്ലായിരുന്നു, മലമുകളിലായിരുന്നു. അപ്പോൾ വി ഹാഡ് ക്യാബിൻസ്. 3 ക്യാബിനിൽ ഈ കാണുന്ന ആക്ടേഴ്സ് എല്ലാരും ആ 3 ക്യാബിനിലായിരുന്നു. വളരെ നെറ്റ്വർക്ക് ഉണ്ടായി. ഇവരൊന്നും ശരിക്കും അതില്ല, അങ്ങനെയുള്ള ഒരു ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് അതുപോലെയുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കാരണം വേഗം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ തുണി പിടിച്ചിട്ട് മറവിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചു. പിന്നെയാണല്ലോ ഈ കാരവൻ സംഭവം. പക്ഷെ തിരിച്ചും ഞാനൊക്കെ പഴയ ഒരിടത്ത് പോയ പോലെ എല്ലാവരും ഇരുന്ന് ജോക്ക്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അന്താക്ഷരി, അങ്ങനെയൊക്കെ ആയിട്ട്. നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. അപ്പൊ അത് ഭയങ്കര ബോണ്ടിങ് ആക്ച്വലി കൂട്ടിയിട്ടുണ്ട്. ആർക്കും ഫോൺ നോക്കി ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. സോ ദ ഓൺലി വേസ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ, ഹാവ് ഫൺ ഇൻ ദ സെറ്റ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വാനിറ്റി വാനുകളും ഇല്ലാത്തത് കൊണ്ട് 3 ക്യാബിനുകളിൽ ഡൈനിങ് ടൈം ആൻഡ് ഓൾ വെയർ. അതെ, എല്ലാവരും ആ ടൈമിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈവൻ ചിപ്സ് എന്ത് കഴിക്കാനും ഓരോരുത്തർ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്ന് ഒരു വെക്കേഷൻ ആയിരുന്നു അല്ലേ? അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, കണ്ണ് പറ്റുന്ന പറയില്ലേ, ദൃഷ്ടി പറ്റുന്ന പറയില്ല, അതേപോലെ ആയിരുന്നു. അതേപോലുള്ള ഒരു സെറ്റായിരുന്നു. പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ടും. അപ്പൊ ഇത് റൈഫിൾ ക്ലബില് നിങ്ങൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. 3 ഫൗണ്ടർ മെമ്പേഴ്സും അവരുടെ തുടർന്നുള്ള ഫാമിലികളും ചേർന്നിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ക്ലബ്ബാണ് റൈഫിൾ ക്ലബ്ബ്. അതിലേക്ക് വന്നെത്തിയവരുമുണ്ട്. അപ്പോൾ അതൊരു ഫാമിലി പോലത്തെ എൻവയോൺമെന്റ് തന്നെയായിരുന്നു. ആൻഡ് ലിറ്ററലി വി ലിവ് ദാറ്റ് ഫാമിലി. അപ്പോൾ ആ ഫാമിലിയിൽ വെരി ഏജ് ഓൾഡ് ആയിട്ടുള്ള കുട്ടേട്ടം മുതൽ വെരി യങ് ആയിട്ടുള്ള ലിറ്റിൽ കിഡ്സ് വരെ എല്ലാവരുടെയും ഐ ഫീൽ ലൈക്ക് നോർമലി കാണുന്ന സെൽസ് അല്ലാതെ യുനോ കുറച്ച് ദിവസം നമ്മളിപ്പോൾ ഒരു സെറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അലമ്പൊക്കെ തുടങ്ങുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈൽഡർ സൈഡ്സ് ഒക്കെ. ഇത് പടത്തിൽ തന്നെ എല്ലാവരുടെയും ഒരു സാധാരണ നമ്മളെല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരോട് ഇപ്പൊ ഉണ്ണിമായ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ ദർശനം ഇത് അങ്ങനെയൊന്നുമില്ല, തുടക്കം മുതൽ ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. എല്ലാരും ക്ലിക്കായി ആൻഡ് ലൈക്ക് എല്ലാവരുടെയും അലമ്പൊക്കെ പുറത്ത് വന്നു. വാണിജ്യ നേരത്തെ പറഞ്ഞു തോക്ക് ഒരുപാട് എടുത്തിട്ടുണ്ട് പറഞ്ഞു. ദർശനി പാരഡൈസിൽ തോക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ണി ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? അല്ല ഞാന് 5ാം പാതിരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്ര വലിയ തോക്ക് ഉണ്ടായിട്ടില്ല. ഞാനും അങ്ങനെ ഒരു തോക്ക് തെലുങ്കിൽ ചെയ്തിട്ടുണ്ടോന്ന് ഓർമ്മയില്ല എങ്കിലും. പക്ഷെ ഞങ്ങളൊക്കെ ഇത്ര വലിയ തോക്ക് കിട്ടിയിട്ട് ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാഡ് കപ്പിൾ ഓഫ് ട്രെയിനേഴ്സ് ഓൾസോ. അപ്പം ഞങ്ങളിത് പഠിക്കാൻ ഭയങ്കര ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ എസ്പെഷ്യലി ബോത്ത് ഓഫ് us were doing like what to do with this and all that. പക്ഷേ ചേച്ചി will come and say ഞാൻ ഷോർട്ടിൽ ചെയ്തോളാം.
ചേച്ചി റെഡി ആയിരുന്നു തോക്കൊക്കെ നമുക്ക് അതല്ല, എനിക്ക് പ്രശ്നം എന്താ ഇത് ഭയങ്കര വെയിറ്റ് അല്ലേ. എനിക്ക് കുറെ നേരം അവിടെ ആഷിഖ് ജീനിയാണല്ലോ ക്യാമറ. അപ്പൊ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ കുറച്ച് ലേറ്റ് ആവണം. ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ ലേറ്റ് ആയി അപ്പൊ എനിക്ക് കൈ ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ ഞാൻ അടുത്തുള്ള കൊടുക്കും. ഞങ്ങളുടെ ആക്ടിങ്ങിലെ എന്താ പറയാ വൺ ഓഫ് ആർ ഓൺലി തിങ്സ് ദാറ്റ് വാസ് ബീങ് സെറ്റ് ഇസ് ഈ സ്റ്റൈലിലാണ് എല്ലാ പരിപാടിയും. ഇത് തോക്ക് കണ്ണടക്കരുത്. അപ്പൊ ഈ വെടി ഒരു ദൽബിയ എന്താ ഒരു സാധനം ഉണ്ടായിരുന്നു ഫയർ ചെയ്ത് പൊട്ടും അത്. നമുക്കൊക്കെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് പൊള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പൊട്ടും. ഞെട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും ഭയങ്കര മാസിലൊക്കെ നിൽക്കും. പക്ഷെ പൊട്ടുമ്പോ അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ബിഗിനിങ് നമുക്ക് ഉള്ളതാണ് സംഭവം. ഞെട്ടാതിരിക്കാൻ കുറച്ച് പാടാണ്. അതായിരുന്നു മെയിൻ ചാലഞ്ച് ഇതില്, ഞെട്ടാതിരിക്കല്. ഒരുപാട് ഫിലിം മേക്കേഴ്സും ഈ ഒരു ഫിലിമിന്റെ ഭാഗമായിട്ട് ഡയറക്ടേഴ്സിനെ തടഞ്ഞിട്ട് നടക്കാൻ ഈ ക്യാബിനിൽ മുഴുവൻ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുറച്ച് ഡയറക്ടർ. എനിക്ക് ആരും പെട്ടെന്ന് അങ്ങനെ പറയില്ല. ഒരുവരോട് ചോദിക്കും, ഒരു വന്ന് ഹായ് തുറന്നു ആരാണ് അങ്ങനെ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയം. അനുരാഗ്, നട്ടേഷ്, സെന്ന, സൽമാൻ ഖാനിന്റെ കൂടെ ഒക്കെ ആദ്യമായിട്ടാണല്ലേ നമ്മള് അഭിനയിക്കുന്നത്. ഈ ഇപ്പം അനുരാഗ് കശ്യപ് ഒക്കെ ഫസ്റ്റ് ടൈം ഡെബ്യൂ ആണ് മലയാളത്തില്. അപ്പം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റിൽ അനുഭവം എന്ന് അറിയൂ? പുള്ളിക്ക് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഷോക്കായിരുന്നു. നിങ്ങളൊക്കെ എല്ലാരും ശരിക്കും ഫ്രണ്ട്സ് ആണോ? നിങ്ങളെല്ലാരും എന്താ ഒന്നും അടിയൊന്നും ഉണ്ടാക്കിയത്? എല്ലാരും എന്താ ചില്ല് ചെയ്ത് നടക്കുന്നതെന്നൊക്കെ. ഞങ്ങൾക്ക് ഫസ്റ്റ് സംസാരിക്കാൻ സുരഭി പിന്നെ എല്ലാം മുന്തൂല്ലോ, എല്ലായിടത്തും മുന്തും. പക്ഷെ പുള്ളി അനുരാഗിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ എങ്ങനെയാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പുള്ളി തന്നെ വന്ന് എല്ലാവരുടെ അടുത്തും ജോയിലായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ഹനുമാൻ ഖാന്റിന്റെയും ഒരു ഡെബ്യൂ ആണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, കാരണം ഇപ്പം അത്രയും സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. പുള്ളി സ്റ്റാർ ആയിട്ടുണ്ടായില്ല. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പുള്ളി സ്റ്റാർ, പക്ഷെ പുള്ളി സ്റ്റാർ ആവുമെന്നുള്ളതിൽ ആർക്കും സംശയമില്ലായിരുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആള് തന്നെയാണ്. ആക്ടിങ് വൈസും ഈ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നില്ല. ഭയങ്കര പ്രസൻസ് ആണ്. ലൈക്ക് ഫ്യൂ ഷോട്ട്സ് കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ടതിലൊക്കെ ഡ്രോസ് യു ടു ദാറ്റ്. ട്രെയിലറിനകത്ത് നിങ്ങളുടെ രണ്ടുപേരും ഒരു ഐക്കോണിക് സീൻ ഉണ്ടായിരുന്നു. കൊഞ്ഞനം കുത്തലാണ്. We love doing it. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ അറിഞ്ഞിട്ടില്ല. ഞാൻ ട്രെയിലർ കണ്ടപ്പോഴാണ് ഇത് കാണുന്നത്. വലിയ പ്രാക്ടീസ് ഒന്നും പക്ഷെ നല്ല രസമായിരുന്നു. ആ ട്രെയിലർ വന്നു കഴിഞ്ഞിട്ട് കുറെ പേര് കുറെ കാലമായി കൊഞ്ഞനം കുത്തിട്ടുന്നത് സെൻഡിങ് മീ വീഡിയോസ് ലൈക്ക്. അപ്പൊ ബിൻ കൊഞ്ഞനം കുത്ത് എക്സ്ചേഞ്ച് ട്രെയിലർ വന്നു കഴിഞ്ഞിട്ട് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് രണ്ടുപേരും അതിൽ വളരെയധികം ഇങ്ങനത്തെ ഒരു എന്താ പറയാ മലയാളം സിനിമയിൽ യു ഗെറ്റ് ടു ഡു സോ മെനി തിങ്സ്. ലൈക്ക് ആസ് എ എന്താ പറയാ ലീഡ് ഹീറോയിൻ സ്പേസിൽ വരുന്ന ഒരാളെ കൊണ്ട് കൊഞ്ഞനം കുത്തിപ്പിക്കുക. It's such a blessing that you get to do all these things. I really had fun with that. ട്രെയിലറിനകത്ത് അതുപോലെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു. എന്താ പറയാ, ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലടാന്ന് ചോദിക്കുമ്പോ അതേ വരുന്നു ചേച്ചിയുടെ ഒരു എൻട്രി. അവിടെ അങ്ങ് ഫുള്ള് തീയാണ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം വന്ന ഒരു പ്രതികരണം? ഇപ്പോ ഈ അടുത്ത് നമ്മുടെ രജനി സാറ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തനിയെ ഒരു സ്റ്റോക്ക് എക്സ്പ്രഷൻ വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റോക്ക് എക്സ്പ്രഷൻ ഉണ്ട്. അതിനൊക്കെ പൊളിച്ചൊരു പടമായിരിക്കും ഇത്. എനിക്ക് തികച്ചും ഞാൻ ഇവര് പറഞ്ഞു തന്നത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ആ പടത്തില്. അല്ലാതെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ശ്യാമും ആൻഡ് ആഷിഖ് ജിയും പറഞ്ഞ സംഭവങ്ങൾ ഞാൻ എടുത്ത് ചെയ്തു എന്നുള്ള അത് തന്നെയാണ് എൻ്റെ ഈ പടത്തിന്റെ പ്രത്യേകത. ചേച്ചി നമ്മൾ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ കണ്ട സമയത്ത് ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഒരു പരിപാടി പ്രൊമോഷൻ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. ഈ ഒരു അൽഗോരിതം സെറ്റ് ആയില്ലേ? കുറെ കൂടെ കംഫർട്ടബിൾ സ്പേസിലാണ് ഇപ്പൊ കുറച്ച് സെറ്റായി. എനിക്ക് എന്താണ് സംഭവം എന്ന് പോലും അറിയില്ലായിരുന്നു ഇതിനെ പറ്റി. അതിലൊരു ദിവസം തുടരെ ഒരു 20 ഇന്റർവ്യൂ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ വലിച്ചു കൊണ്ടുപോയി. ആരോടും പറയാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇന്റർവ്യൂ വന്നതിന് ശേഷം നമ്മൾ സാധാരണ ഏതൊരു സംഭവം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 നെഗറ്റീവ് കമന്റ്സ് മസ്റ്റ് ആണ്. പക്ഷെ ഒറ്റ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സോ മച്ച്. എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് മലയാള പ്രേക്ഷകർ എന്ന് അറിയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഉണ്ണിച്ചേച്ചി അതെ അതുപോലെ 10 വർഷത്തോളമായി ഇപ്പം ഫിലിമിന്റെ ഭാഗമാണ്. പക്ഷെ എങ്കിലും വല്ലപ്പോഴും ആണ് ക്യാരക്ടേഴ്സ് ചെയ്തു പോകുന്നത്. അത് പല പല റോൾസ് ആണ് ചെയ്യുന്നത്. മൾട്ടി ടാസ്കർ ആണ്. എല്ലാ റോളിലും ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്, കാസ്റ്റിംഗ് ഡയറക്ടർ ആണ്, പിന്നെ പ്രൊഡ്യൂസർ ആണ്, അതെ അതെ ആ വല്ലഭിയാണ്. പക്ഷെ സിനിമകൾ ചൂസ് ചെയ്യുന്നത് വളരെ 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 ചുരുക്കത്തിലല്ലേ? വളരെ കുറച്ച് സിനിമകളെ എനിക്ക് വരാറുള്ളൂ. അതാണ് സത്യം. ഒരുപാട് വേഷങ്ങൾക്ക് എന്നെ വിളിക്കുന്നില്ല, അതെന്താന്ന് എനിക്കറിയില്ല. ബട്ട് വളരെ കുറച്ച് വേഷങ്ങൾക്ക് എന്നെ വിളിക്കാറുള്ളൂ. വിളിക്കുന്നതിൽ നമുക്ക് കോൺഫിഡൻസ് തോന്നുന്ന റോളുകളാണ്
ചെയ്യുന്നത്. അത് വിത്ത് ദ ടീം ക്യാരക്ടർ തരുന്നത് എന്താണ്, ടീം തരുന്നത് എന്താണ് എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ അത്ര ആവശ്യമുണ്ടെങ്കിലേ വിളിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ദർശനം പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ നായിക മെറ്റീരിയൽ ഒന്നും അല്ല എന്നുള്ളൊരു ഒരിക്കൽ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ട്രെയിലറിന് താഴെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിരിക്കുന്നത് കോമ്പറ്റീറ്റീവ് ആൻഡ് വേഴ്സിറ്റൽ ആക്ട്രസ് എന്നാണ്. ശരി. റിയലി ശരിക്കും സത്യം. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, ഐ എം റിയലി ഹാപ്പി. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗമാവുന്നത് ഈസ് വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ്. ഇവിടെ ആയതുകൊണ്ടാണ് എന്താ പറയുക, ഐ എം ഗെറ്റിംഗ് ടു ഡു ഓൾ ദിസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേറെ ടൈപ്പ് ഓഫ് റോൾസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇസ് ബിക്കോസ് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു മോൾഡ് ഇല്ല, നായിക ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുക, ദർ ഇസ് നോ സ്റ്റീരിയോ ടൈപ്പ് ദാറ്റ് ഐ ഹാവ് ടു ഫിറ്റ് ടു ബി എ നായിക. ചേച്ചി ഇപ്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ, ഇപ്പം എങ്ങനെയാണ് അതിൽ ഇല്ല. ട്രോൾസ് സംഭവങ്ങളൊക്കെ ആയിട്ടൊന്നും അങ്ങനെ അത്ര വലിയ പരിചിതമല്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അല്ല, അത് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഞങ്ങൾക്ക്. പക്ഷെ വീട്ടില് മകളായോട്ടെ അവരൊക്കെ ഓരോ ട്രോളുകൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് പേടിക്കുന്നത് നമുക്കിങ്ങനെ വല്ല ട്രോള് കിട്ടുമോ എന്നൊക്കെ പേടിക്കാറുണ്ട്. ഇനി അവരുടെ ഇഷ്ടം. അതെ, അല്ല അറ്റാക്ക് അല്ലാത്ത പക്ഷം എല്ലാം സ്പോർട്ടീവായിട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് മാറരുത് എന്നേ ഉള്ളൂ. ട്രോളുകൾ അങ്ങനെ അധികം ഇല്ല. I mean, I feel social media മൊത്തത്തിൽ there's just it's like a representation of society, I feel. അപ്പോൾ എല്ലാ തരം ആൾക്കാരും ഉണ്ടാവും. There will be the good of it, there will be the bad of it. ഈ പറഞ്ഞ പോലെ നല്ല കോമൻസിൻ്റെ കോമൻസ് ഒക്കെ കാണാൻ കുറച്ച് I keep a distance. Only if I'm ready for it will I look at it, because I know there will be 10 things നല്ലത് പറയുമ്പോൾ 10 മോശമായിരിക്കും. അതങ്ങനെയാണ്. And it's part of the job എന്നുള്ള രീതിയിൽ തന്നെയാണ്. I'm okay with it. അപ്പം തിയേറ്ററിലേക്ക് പ്രേക്ഷകരെത്തുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സെലിബ്രേഷൻ, എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു, അത് കാണാനാവട്ടെ. സെലിബ്രേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ. സെലിബ്രേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും റൈഫിൾ ക്ലബിന്. അപ്പം ഇനിയും ചേച്ചിയുടെ മാസ അവതാരങ്ങൾക്ക് നമ്മൾ കാത്തിരിക്കുന്നു. ഒപ്പം നിങ്ങളുടെയും ഈ പറഞ്ഞ പോലെ തോക്ക് പിടിച്ചു ഇനി അടുത്തൊരു ഗംഭീര ഫൈറ്റ് സംഭവങ്ങൾ ആവട്ടെ. എല്ലാ ആശംസകളും. Thank you so much. Thank you.